നമസ്കാരം. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സാറെ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് വെറുതെയല്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിയിരിക്കുന്ന സമയത്ത് ഒന്നൊന്നായി നിങ്ങൾ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ നിങ്ങളെ തേടി വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ശബരിമല സ്ത്രീ പ്രവേശത്തിലായാലും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിലായാലും കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിലായാലും. പറഞ്ഞു വരുന്നത് കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തെ കുറിച്ച് തന്നെയാണ്. കണ്ണൂർ മുൻ ADM ആയിരുന്ന നവീൻ ബാബു തന്റെ യാത്രയയപ്പ് ദിവസത്തിന് പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്ന നിലയിലാണ് കണ്ടത്. അന്ന് ആ കേസിൽ കേരളം മുഴുവൻ സംശയിച്ചിരുന്നത് കണ്ണൂരിലെ സാരിയുടുത്ത പിണറായി എന്ന് വിശേഷണമുള്ള മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയെ തന്നെയാണ്. ADM നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് വിളിക്കാത്ത അതിഥിയായി വലിഞ്ഞു കയറി വന്ന് ADM നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്ന് നവീൻ ബാബുവിന്റെ സഹപ്രവർത്തകരുടെ ഇടയിൽ വെച്ച് നവീൻ ബാബുവിനെ കളിയാക്കുന്ന തരത്തിൽ, അവർ അവഹേളിക്കുന്ന തരത്തിൽ, പരസ്യമായി ആക്ഷേപിക്കുന്ന തരത്തിൽ ഒരു പ്രസംഗം നടത്തുകയും ആ പ്രസംഗം PP ദിവ്യ തന്റെ കൂടെ കൊണ്ടുവന്ന വീഡിയോഗ്രാഫറെ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുകയും ഉണ്ടായി. ഇത് ദുരുദ്ദേശപരം തന്നെയായിരുന്നു. ADM നവീൻ ബാബുവിന്റെ ചടങ്ങ് എത്ര മണിക്കാണ് നടക്കുന്നത് എന്നുള്ളത് കണ്ണൂർ ജില്ലാ കളക്ടറായിരുന്ന അരുൺ വിജയനുമായി PP ദിവ്യ ഫോണിൽ സംസാരിച്ച് കൂടിയാലോചിച്ചാണ് സമയം മനസ്സിലാക്കി ക്ഷണിക്കപ്പെടാത്ത ചടങ്ങിലേക്ക് PP ദിവ്യ കയറി വരുന്നത്, ധാർഷ്ട്യത്തോടുകൂടി നവീൻ ബാബുവിനെ അപഹേളിക്കുന്നത്. എന്നാൽ നവീൻ ബാബുവിനെ ആ സമയത്ത് അപഹേളിക്കുമ്പോൾ PP ദിവ്യ പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു, സർക്കാർ ജീവനക്കാരുടെ കാര്യങ്ങൾ മാറി മറിയാൻ വെറും 24 മണിക്കൂർ മാത്രം മതി എന്ന്. അത് അന്വർത്ഥമാകുകയായിരുന്നു. PP ദിവ്യ കരുതി കൂട്ടി എന്തൊക്കെയോ നിശ്ചയിച്ചു ഉറപ്പിച്ച മട്ടിൽ തന്നെയാണ് അന്ന് അങ്ങനെ സംസാരിച്ചത്. PP ദിവ്യ നവീൻ ബാബുവിനെ കുറിച്ച് അങ്ങനെ സംസാരിച്ച് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ADM നവീൻ ബാബു അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിലാണ് പിന്നീട് കാണപ്പെട്ടത്. ഈ മരണത്തിൽ കൃത്യമായും ദുരൂഹതയുണ്ട്. മരണത്തിന് പിന്നിൽ PP ദിവ്യ തന്നെയാണ് എന്നാണ് കേരളത്തിന്റെ പൊതു സമൂഹവും അതുപോലെ തന്നെ PP ദിവ്യയുടെ കുടുംബവും ആരോപിച്ചത്. എന്നാൽ സുപ്രീം കോടതിയോളം നവീൻ ബാബുവിന്റെ കുടുംബം നവീൻ ബാബുവിന്റെ ആത്മാവിന് നീതി കിട്ടണം, മരണത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയണം, CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വരെ പോയെങ്കിലും അവിടെയൊന്നും കുടുംബത്തിന് നീതി കിട്ടിയില്ല. എന്നാൽ ഇപ്പോൾ തലശ്ശേരി സെഷൻസ് കോടതിയിൽ നിന്നും പുതിയൊരു ഉത്തരവുണ്ടായിരിക്കുന്നു. നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ പിണറായി വിജയനെ ഞെട്ടിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശ വിഷയത്തിലും അതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിലും ഇപ്പോൾ ഇതാ മുൻ ADM നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിനുമെല്ലാം പിണറായി വിജയൻ കോടതിയിൽ സമാധാനം പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പിണറായി വിജയന് നവീൻ ബാബുവിന്റെ ദുരൂഹ മരണവുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ പിണറായി വിജയന്റെ വിശ്വസ്തയായ, പിണറായി വിജയന്റെ ഓമനയായ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ, അതായത് കണ്ണൂരിൽ സാരി ഉടുത്ത പിണറായി എന്നറിയപ്പെടുന്ന PP ദിവ്യയാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ ഏക പ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതും. നവീൻ ബാബുവിന്റെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് PP ദിവ്യയുടെ പ്രകോപനപരമായ സംഭാഷണമായിരുന്നു എന്നാണ് SIT, അതായത് നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് ഞെട്ടിക്കുന്ന പല തെളിവുകളും പോലീസ് ഒളിച്ചു വെച്ചതായി പിന്നീട് കോടതിയിൽ കാണാൻ സാധിച്ചത്. അതായത് പ്രോസിക്യൂഷനും പോലീസും കോടതിയിൽ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു തരത്തിലും സമർപ്പിക്കേണ്ട ഒരു തെളിവുകളും കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് കേസിലെ മുഖ്യപ്രതി എന്ന്, അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിന് ഏക ഉത്തരവാദി എന്ന് സംശയിക്കപ്പെടുന്ന PP ദിവ്യയുടെ 2 ഫോൺ കോളുകളിൽ ഔദ്യോഗിക ഫോണുകളിൽ നിന്നുള്ള CDR ഇതുവരെയും കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. പേഴ്സണൽ ഫോണിലെ എഡിറ്റ് ചെയ്ത CDR ആണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം ആരോപിക്കുന്നത്. മാത്രമല്ല, കേസിലെ പ്രധാന ആരോപണം നവീൻ ബാബുവിനെതിരെ ഉന്നയിച്ച പ്രശാന്തൻ എന്ന് പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യൻ ആയിരുന്ന പെട്രോൾ ബങ്ക് തുടങ്ങുന്നതിന് വേണ്ടി നവീൻ ബാബുവിന് 1 ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന പ്രശാന്തിന്റെ ഫോൺ രേഖകൾ കൃത്യമായും കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അതായത് പ്രശാന്തിന്റെ CDR-ഉം കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. മറ്റൊന്ന്, പ്രശാന്തൻ ഒരു ബാങ്കിൽ തന്റെ ഭാര്യയുടേതടക്കം സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചാണ് നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തത് എന്ന് പറയുമ്പോൾ ഏത് ബാങ്കിൽ എന്നാണ്, എന്തൊക്കെ ഉരുപ്പടികളാണ് പണയം വെച്ചത്, എത്ര രൂപ കിട്ടി എന്നുള്ളതിന്റെ യാതൊരു രേഖകളും കോടതിയിൽ കുറ്റപത്രത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. മറ്റൊന്ന്, PP ദിവ്യയും
കണ്ണൂർ ജില്ലാ കളക്ടറുമായ അരുൺ വിജയനുമായി ഫോണിൽ സംസാരിച്ചു എന്ന് പറയുന്ന പി ദിവ്യയുടെ ഔദ്യോഗിക ഫോണിന്റെ ഒരു CDR സമർപ്പിച്ചിട്ടില്ല. പി ദിവ്യയുടെ പേഴ്സണൽ ഫോണിൽ നിന്ന് മാത്രമുള്ള CDR മാത്രമാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പ്രോസിക്യൂഷനും പോലീസും വളരെ വിദഗ്ധമായി എന്തൊക്കെ രേഖകളാണോ കോടതിയിൽ സമർപ്പിക്കേണ്ടത് ആ രേഖകളെല്ലാം നൽകാതെയാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ കൂടുതൽ അന്വേഷണം വേണ്ട എന്ന നിലപാടിലേക്ക് കോടതി എത്തിച്ചേരാൻ കാരണം. കോടതിയെ പ്രോസിക്യൂഷനും പോലീസും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെതിരെ നവീൻ ബാബുവിന്റെ കുടുംബം നിരന്തരമായ നിയമ പോരാട്ടത്തിൽ തന്നെയായിരുന്നു. സുപ്രീം കോടതിയോളം വീണ്ടും കേസുമായി പോയിരുന്നെങ്കിലും സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല തീരുമാനം കിട്ടിയില്ലെങ്കിലും വീണ്ടും കണ്ണൂർ സെഷൻസ് കോടതിയിലേക്ക് വരികയായിരുന്നു. ഇപ്പോൾ തലശ്ശേരി സെഷൻസ് കോടതിയിലെ ജഡ്ജ് ജോസ് റാൾഫാണ്. രണ്ടാം കോടതിയിൽ നിന്നാണ് ജോസ് റാൾഫ് എന്ന ജഡ്ജി ഇപ്പോൾ നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം പുനരന്വേഷിക്കുന്നതിന് വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ഭാഗികമായെങ്കിലും നീതി കിട്ടുന്നു. അതായത് കേസിൽ പ്രമാദമായ വിഷയങ്ങൾ മൂടിവെക്കപ്പെട്ടു എന്നുള്ളത് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് പി ദിവ്യയുടെ ഔദ്യോഗിക ഫോണിന്റെ CDR സമർപ്പിക്കണം, പ്രശാന്തിന്റെ ഫോണിന്റെ CDR സമർപ്പിക്കണം. പ്രശാന്തിന് എവിടെയാണ് നവീൻ ബാബുവിന് കൈക്കൂലി നൽകുന്നതിന് വേണ്ടി പണയപ്പാട് വെച്ചത് എന്നുള്ളത് അതിന്റെ കൃത്യമായ രേഖകളെല്ലാം സമർപ്പിക്കണം. പ്രശാന്തിന് നവീൻ ബാബുവും സംസാരിച്ചു എന്ന് പറയുന്നതിന്റെ ഫോൺ ഡീറ്റെയിൽസ് സമർപ്പിക്കണം. പി ദിവ്യയും കണ്ണൂർ ജില്ലാ കളക്ടറുമായ അരുൺ വിജയനുമായി സംസാരിച്ചു എന്ന് പറയുന്ന ഫോണിന്റെ CDR സമർപ്പിക്കണം. ഇങ്ങനെയുള്ള വിവിധങ്ങളായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടതാണ് കണ്ണൂർ സെഷൻസ് കോടതിയുടെ രണ്ടാം കോടതിയിലെ ജഡ്ജ് ജോസ് റാൾഫ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. തത്വത്തിൽ ഇത് നവീൻ ബാബുവിന്റെ കുടുംബം നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഒരു വിജയം തന്നെയാണ്, അല്ലെങ്കിൽ വിജയത്തിന്റെ നാന്ദി തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി അങ്ങോട്ട് ഈ വിഷയത്തിൽ പോലീസ് നിഷ്പക്ഷമായി അന്വേഷിക്കും എന്നുള്ളത് തോന്നുന്നില്ല. എങ്കിലും ഭരണം മാറാനിരിക്കുന്ന സാഹചര്യത്തിൽ, അതായത് 2026 തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയന്റെ ഭരണം ഉണ്ടാകില്ല എന്ന് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ ഭരണം മാറാനിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും പോലീസ് ഇക്കാര്യം അന്വേഷിക്കുകയാണെങ്കിൽ കൃത്യമായി ഈ വിഷയത്തിൽ തുമ്പുണ്ടാകും. അടുത്തൊരു ഭരണസമിതി വരുന്നതോടുകൂടി പിണറായി വിജയന്റെ കുഴലൂത്തുകാരായ പോലീസിന്റെയും സ്വാധീനം ഈ കേസിൽ ചെലുത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. മെയ് 24-ാം തീയതിക്കകം തന്നെയാണ് ഈ കേസിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി കൃത്യമായ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കണം എന്നാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതെന്ത് തന്നെയായാലും അടുത്ത ഒരു ഭരണം നിലവിൽ വരുമ്പോഴേക്കും ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് സമഗ്രമായ അന്വേഷണം ഉണ്ടാകും. കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് അന്വേഷണം ഏർപ്പാടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അരുമ ശിഷ്യ എന്ന് പറയുന്ന പി ദിവ്യയ്ക്കുമെല്ലാം കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുന്നു. നവീൻ ബാബുവിന്റെ മരണത്തിൽ നവീൻ ബാബുവിന്റെ കുടുംബം എത്തിയതിനു ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടത്താൻ പാടുള്ളൂ എന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടും കുടുംബം കണ്ണൂരിൽ എത്തുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം നടത്തി നവീൻ ബാബുവിന്റെ മൃതദേഹം പാക്ക് ചെയ്യുകയായിരുന്നു എന്നുള്ളതും അതീവ ഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ്. അതായത് കണ്ണൂരിലെ CPM നേതൃത്വം പി ദിവ്യയ്ക്ക് വേണ്ടി പോലീസിലും അനുബന്ധ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരെയും സ്വാധീനിച്ചുകൊണ്ട് പരിയാരൻ മെഡിക്കൽ കോളേജിൽ ഡോക്ടേഴ്സിനെ വരെ സ്വാധീനിച്ചുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടവും നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിലെ എല്ലാ തെളിവുകളും നശിപ്പിക്കുകയും അത് പി ദിവ്യയ്ക്ക് അനുകൂലമായി മാറ്റുകയും ചെയ്തിരിക്കുന്നു. കൊടുക്കേണ്ട തെളിവുകൾ ഒന്നും തന്നെ കോടതിയിൽ സമർപ്പിക്കാതെ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന് കൃത്യമായി തന്നെ ഇപ്പോൾ ഉപോത്ഫലകമായ രീതിയിൽ തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവുണ്ടായിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ പുനരന്വേഷണം കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് പിണറായി വിജയന് വലിയ തിരിച്ചടിയാകുന്നു. ഒരുപക്ഷെ ഇത്തരം തിരിച്ചടി കോടതിയിൽ നിന്നും ഉണ്ടാകും എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് കല്യാശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാകും എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്ന പി ദിവ്യയെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും മത്സരിപ്പിക്കാതെ പിണറായി വിജയൻ മാറ്റി നിർത്തിയത് എന്നൊക്കെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രഹസ്യം പിണറായി വിജയൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ പി ദിവ്യയെ മത്സരിപ്പിക്കാതെ മാറ്റി നിർത്തിയത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കേരളവും ഒരുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM-നെയും കുറ്റപ്പെടുത്തുമ്പോൾ ഇപ്പോൾ നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിൽ കോടതിയുടെ പുനരന്വേഷണത്തിലുള്ള ഉത്തരവ് വരുന്ന സാഹചര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനും പി ദിവ്യയും നടുങ്ങി വിറച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായിരിക്കും ഇനി നടക്കുന്ന പുനരന്വേഷണത്തിൽ നവീൻ ബാബുവിന്റെ ഘാതകരെ കണ്ടെത്താൻ അന്വേഷകർക്ക് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കും കണ്ടറിയാം. അതിനുവേണ്ടി കാത്തിരിക്കാം.